ഈ പെരുമഴക്കാലത്തും എന്താ കിണറ്റിൽ തീരെ വെള്ളമില്ലാത്തതെന്ന് വിചാരിക്കണ്ട. കഷ്ടപ്പെട്ട് നമ്മൾ വേറൊരു മോട്ടറൊക്കെ വാടകയ്ക്ക് എടുത്തിട്ടാണ് ഇതിനകത്തുണ്ടായിരുന്ന വെള്ളം നമ്മളൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു പൂച്ച വീണു, അങ്ങനെ ഒരു പണി കിട്ടി. അപ്പോൾ പിന്നെ ആ പൂച്ചേനെയൊക്കെ ഒന്ന് എടുത്തു മാറ്റിയതിന് ശേഷം നമുക്ക് ഈ കിണറൊന്ന് തേകണമല്ലോ വീണ്ടും വെള്ളം കുടിക്കണമെങ്കിൽ. അങ്ങനെ അതിനകത്തുണ്ടായിരുന്ന വെള്ളമൊക്കെ വറ്റിച്ച് ആൾക്കാർ വന്ന് തേകലൊക്കെ കഴിഞ്ഞ് പോയിട്ടോ. ഇനി ആ ഉറവേന്നൊക്കെ വെള്ളമായി വരണം. പിന്നെ ഇത് നമ്മുടെ ഇവിടെയുള്ള ചിക്കുമരമാണ് കേട്ടോ. ഇതിലാണെങ്കിൽ ഒരുപാട് കായ ഉണ്ടായിട്ടുമുണ്ട്. മമ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിലും കൂടുതൽ കായ ഉണ്ടായിരുന്നു. കുറേ കമ്പുകളെല്ലാം കായയുടെ കനം കൊണ്ട് താന്ന് നിൽക്കുമായിരുന്നു, അതൊക്കെ ഒന്ന് വെട്ടി മാറ്റിയതാണെന്നാ. അതെന്തായാലും അറിയില്ല. എന്തായാലും ഇത്രയ്ക്ക് നിറച്ചുകൊണ്ട് കുറച്ചൊക്കെ പഴമായിട്ട് കഴിക്കും, കുറച്ചൊക്കെ ഷെയ്ക്ക് അടിച്ച് കഴിക്കും, പിന്നെ ഒരു മത്ത് പിടിച്ച പോലത്തെ അവസ്ഥയാവും. പിന്നെ ഇവിടെ എല്ലാവർക്കും ഒന്നും ഒരുപാട് മധുരം കഴിക്കാനായിട്ട് പറ്റത്തൊന്നുമില്ലല്ലോ. എന്തായാലും ഇനിയിപ്പോൾ കുറച്ചുകൂടെയൊക്കെ മൂക്കാനുണ്ട് കായ. അത് കഴിഞ്ഞിട്ടാവാം ബാക്കിയുള്ള പറിക്കില്ലെന്നൊക്കെ ഓർത്ത് തിരിച്ചു കയറി. പിന്നെ എനിക്ക് റംബൂട്ടാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമുക്കിതേ ഒരാൾ കൊണ്ടു തന്നതാണ് ഇത്രയും റംബൂട്ടാൻ. അനിയൻ്റെ ഫ്രണ്ടാണ് കേട്ടോ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അതിൽ നിന്ന് പഴുത്തത് നോക്കി കുറച്ചൊക്കെ പൊളിച്ചെടുത്തു. ഇനി നമുക്ക് ഇതൊക്കെ കഴിച്ച് പുസ്തകമൊക്കെ വായിച്ചിരിക്കാലോ.